നമുക്കങ്ങനെ സ്പ്രിങ്ങൊക്കെ പയ്യെ തുടങ്ങാറായി. അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ കണ്ടോ, സൂര്യനൊക്കെ വെട്ടിത്തിളങ്ങാണ് ചില ദിവസങ്ങളിൽ. ഇവിടുത്തെ കൺട്രി സൈഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തോന്നിട്ട് ഓരോ സീസണും ഓരോ ഭംഗിയായിട്ടോ. സമ്മറിൽ നിറയെ പൂക്കളും അങ്ങനെയൊക്കെ ആയിട്ട്, ഓട്ടം ആകുമ്പോഴേക്കും എല്ലാത്തിനും മഞ്ഞക്കളറും അതുപോലെ വഴി നിറയെ ഇലകളൊക്കെ ആയിട്ടായിരിക്കും. ഇപ്പോൾ കണ്ടോ സ്പ്രിങ് ആയപ്പോൾ ഇത്തിരിയോടെ വെട്ടം വെളിച്ചമായിരിക്കും വേറൊരു രസമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കൂടെയുള്ള ഡ്രൈവ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഏകാന്തതയിൽ എനിക്ക് ആദ്യം കൂട്ടാണ് തലേ ദിവസത്തെ കറിച്ചട്ടി കേട്ടോ. അപ്പോൾ ഇന്നുണ്ടായി തലേ ദിവസം ഉണ്ടാക്കിയ ചക്കയുടെ പാത്രമായിരുന്നു. അതും നക്കി വെടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ പറയിൽ എപ്പോഴും ഒരു റോബിൻ വരും കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പറക്കിയിട്ട് കൊടുക്കും തിന്നാനായിട്ട്. ഇത് ഞാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ബീഫും കൂർക്കയും വെക്കാൻ പറഞ്ഞു. എന്നാൽ നമുക്കും ബീഫും കൂർക്കയും വെക്കാമല്ലോ. നമുക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പൈസ് ഡോമിൽ നിന്ന് നമ്മുടെ ലിമറിക്കിലെ സെലക്ടേഷൻ ഇല്ലേ, അതാട്ടോ ഇപ്പോൾ നമ്മുടെ സ്പൈസ് ഡോം. അവിടെ നമുക്ക് നല്ലൊരു നെയ്യുള്ള ബീഫൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ കൂർക്ക ഫ്രോസൺ ആട്ടോ. ഫ്രോസൺ കൂർക്കയായിട്ട് നമുക്ക് വേറെ നന്നാക്കി കൈയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ കൂർക്കേനെ നമ്മൾ ബീഫ് വേവിച്ച് വെള്ളത്തിൽ തന്നെ കൂർക്കേനെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഹാഫ് കുക്ക് ആയിട്ട് വന്നെ, എന്നാലും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണേ. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി ഉള്ളിയും മുളകും കുഞ്ഞുള്ളി ആണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്ത് കുറച്ച് വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഈ ഇറച്ചിയും അതുപോലെ നമ്മുടെ കൂർക്കയും കൂടി അങ്ങ് സെറ്റാക്കി ഒന്ന് കുറുക്കിയെടുത്തോട്ടോ. നല്ല നെയ്യുള്ള ബീഫൊക്കെ ആണെങ്കിൽ കൂർക്കയോ അല്ലെങ്കിൽ കായോ അങ്ങനെ എന്തിട്ട് വെച്ചാലും ആ കൂട്ട് കഷ്ണങ്ങളാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനകത്തേക്ക് നെയ്യൊക്കെ പിടിച്ചിട്ട് അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ആവാം അല്ലേ.